എന്റെ പാലകൻ, നീ എന്റെ അഭയസ്ഥാനം, നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എന്റെ അഭയസ്ഥാനം. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തനിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വൃദ്ധനാകുക എന്നത് മനുഷ്യജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. വാർദ്ധക്യം ജീവിതത്തിൻ്റെ അവസാന ഘട്ടമാണ്. വാർദ്ധക്യം ദൈവത്തിൻ്റെ അനുഗ്രഹമായും പ്രായം ചെന്നവർ ഭവനത്തിൽ ഇല്ലാതെ പോകുന്നത് ശിക്ഷയുടെ അടയാളമായും വേദപുസ്തകം സൂചിപ്പിക്കുന്നു. എന്നാൽ ന്യൂക്ലിയർ കുടുംബങ്ങളുടെ വളർച്ച വയോധികരെ അവഗണിക്കുന്ന കാഴ്ചയാണ് എവിടെയും. വേദപുസ്തകം വളരെ ശക്തമായ ഭാഷയിൽ വൃദ്ധജനങ്ങൾക്കെതിരായിട്ടുള്ള അനീതിയെ എതിർക്കുന്നുണ്ട്. അതോടൊപ്പം മുതിർന്നവരെ കരുതുന്നതിന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയ കൽപ്പനയിൽ നിനക്ക് തരുന്ന ദേശത്ത് ദീർഘായുസ്സുണ്ടാവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നാ പറയുന്നത്. പുറപ്പാട് 20:12. മാതാപിതാക്കന്മാരെ മക്കൾക്ക് ആവശ്യമാണെന്നും മക്കൾ അവരെ സ്നേഹിക്കുന്നുവെന്നും അവർക്ക് ബോധ്യമാകണം. അവരോടുകൂടി ആയിരിക്കുകയും അവർക്കായി ധനം ചിലവഴിക്കുകയും ചെയ്യണം. ഈ വിധത്തിൽ പിതാവിനെയും സഹോദരങ്ങളെയും ബഹുമാനിക്കുകയും കരുതുകയും ചെയ്ത യോസഫിനെക്കുറിച്ച് ഉൽപ്പത്തി 46-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് നൽകുന്ന 3 ചിന്തകൾ ഒരുമിച്ച് പങ്കുവെക്കാം. 1. അക്സെപ്റ്റ് ദ ഏജ്ഡ്, പ്രായമുള്ളവരെ അംഗീകരിക്കുക. ഉൽപ്പത്തി 45:14 യോസഫ് സഹോദരങ്ങളോട് പറയുന്നത്, എൻ്റെ അപ്പനെ വേഗത്തിൽ ഇവിടെ കൊണ്ടുവരിക. ഫറവോൻ കഴിഞ്ഞാൽ മിസ്രയീം ദേശത്തിൻ്റെ അധിപതിയാ യോസഫ്. 45:8 മിസ്രയീം ദേശത്ത് ഉന്നത സ്ഥാനം വഹിക്കുന്ന യോസഫ് തൻ്റെ പിതാവ് ജീവിച്ചിരിക്കുന്നു എന്ന് അറിയുമ്പോൾ പിതാവ് തന്നോടുകൂടി ആയിരിക്കണം എന്നാഗ്രഹിച്ചു. 45:10 ഇന്ന് സമൂഹത്തിൽ അല്പസ്ഥാനവും മഹത്വവും ഒക്കെ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കന്മാർ അവർക്ക് അപമാനമാണ്. മാതാപിതാക്കന്മാരുടെ അഭിപ്രായത്തെ മാനിക്കാത്ത മക്കളുണ്ട്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്, നരച്ചതല ശോഭയുള്ള കിരീടം. സദൃശവാക്യം 16:31. മാതാപിതാക്കന്മാരെ അംഗീകരിക്കുവാനും അവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുവാനും നമുക്ക് കഴിയണം. യോസഫ് പിതാവിനെ മാനിച്ചു. പിതാവ് തന്നോടുകൂടി ഉണ്ടായിരിക്കണം എന്ന് താല്പര്യപ്പെട്ടു. 2. റെസ്പെക്ട് ദ ഏജ്, പ്രായത്തെ ആദരിക്കുക. യോസഫ് തൻ്റെ പിതാവിനും സഹോദരങ്ങൾക്കും അവരുടെ കുടുംബത്തിനും എല്ലാ ഭക്ഷണം നൽകി രക്ഷിച്ചുവെന്ന് ഉൽപ്പത്തി 47:12 വായിക്കുന്നു. തൻ്റെ പിതാവിൻ്റെ പ്രായത്തെ ആദരിച്ചതുകൊണ്ടാണ് കുടുംബത്തിന് ഈ കരുതൽ നൽകിയത്. മക്കളുടെ കടമയാണ് മാതാപിതാക്കന്മാരെ സംരക്ഷിക്കുക എന്നത്. മക്കളുടെയും ചെറുമക്കളുടെയും പരിചരണവും കരുതലും മാതാപിതാക്കന്മാർ ആഗ്രഹിക്കുന്നുണ്ട്. ഫറവോൻ പോലെ യാക്കോബിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തതായി വായിക്കുന്നു. യാക്കോബ് ഫറവോൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ യാക്കോബിന് 130 വയസ്സായിരുന്നു. വൃദ്ധനായ യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചതായി ഉൽപ്പത്തി 47:8-10 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. ഈജിപ്തിലെ ഫറവോയ്ക്ക് സാധാരണക്കാരനായ ഒരു വൃദ്ധൻ്റെ അനുഗ്രഹം ആവശ്യമായിരുന്നുവോ എന്ന് നാം ചിന്തിച്ചേക്കാം. എന്നാൽ ഫറവോ വൃദ്ധനായ യാക്കോബിൻ്റെ അനുഗ്രഹ വാക്കുകൾ സ്വീകരിച്ചു. വൃദ്ധനായ യാക്കോബിനെ ഫറവോൻ ബഹുമാനിച്ചതുകൊണ്ടാണ് ഈ അനുഗ്രഹം സ്വീകരിച്ചത്. ചില നാളുകൾക്ക് മുൻപ് വായിച്ച ഒരു കഥ ഇപ്രകാരമാണ്. വളരെ വേഗത്തിൽ പ്രഭാത ആരാധനയ്ക്കായി ദേവാലയത്തിലേക്ക് പോകുന്ന ഒരു യുവതി. സമയം അതിക്രമിച്ചു. ഒരാൾക്ക് മാത്രം നടന്നു പോകുവാൻ വീതിയുള്ള പാതയിൽ കൂടിയാണ് അവൾ നടക്കുന്നത്. തൊട്ടു മുൻപിൽ ഒരു വൃദ്ധൻ സാവധാനം നടക്കുന്നു. സമയത്ത് ആരാധനയിൽ ചെല്ലുവാൻ സാധിക്കില്ലല്ലോ എന്ന് അവൾ ചിന്തിച്ചിട്ടും
വിരുദ്ധനെ മറികടക്കാതെ വിരുദ്ധൻ്റെ പിന്നാലെ യുവതി നടന്നു എന്നാണ് ഈ കഥയിൽ പറയുന്നത്. ഈ യുവതിയുടെ സ്ഥാനത്ത് നാം ആയിരുന്നു എങ്കിലോ? വാർദ്ധക്യത്തിലുള്ളവർക്ക് ഈ ബഹുമാനവും കരുതലും നാം നൽകണം. സങ്കീർത്തനം 71:9 സങ്കീർത്തനക്കാരൻ്റെ കരച്ചിലാണ്. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുതേ. 3. ലിസൺ ടു ദ ഏജ്ഡ്. പ്രായമുള്ളവരെ കേൾക്കുക. ഇന്നത്തെ തലമുറയ്ക്ക് നൽകുവാനായി വിലപ്പെട്ട അനുഭവങ്ങൾ പ്രായമുള്ളവരുടെ കൈവശമുണ്ട്. അവരുടെ ബുദ്ധിപൂർവമായ വാക്കുകൾ നമുക്കുണ്ടാകാവുന്ന കഠിന സാഹചര്യങ്ങളെ ജയിക്കുവാൻ നമ്മെ സഹായിക്കും. ഒരുപക്ഷെ ആദ്യം നമുക്ക് അവരുടെ ഉപദേശങ്ങൾ പ്രയാസമായി തോന്നിയേക്കാം, എങ്കിലും അവരുടെ അനുഭവജ്ഞാനത്തെ നാം അംഗീകരിക്കണം. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടത്തിനിടെ പലപ്പോഴും പ്രായമുള്ളവരുടെ അഭിപ്രായത്തെ നാം ഗമനിക്കാതിരുന്നിട്ടില്ലേ? സദൃശവാക്യം 4:1 ഇപ്രകാരം പറയുന്നു: മക്കളെ, അപ്പൻ്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പീൻ. മാതാപിതാക്കന്മാരുടെ ഉപദേശം അനുസരിക്കുന്നത് അനുഗ്രഹം പ്രാപിക്കുന്നതിന് അനിവാര്യമാണ്. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാതെയുള്ള ശബദ ആചരണം അർത്ഥവത്തല്ല എന്നും ആവർത്തന പുസ്തകം പറയുന്നുണ്ട്. മാതാപിതാക്കന്മാർക്ക് വളരെയധികം ലോകപരിചയമുണ്ട്. ലോകപരിചയത്തിൽ നിന്ന് നല്ല ആലോചനകൾ ഉണ്ടാകുന്നു. അവയെ നമുക്ക് അംഗീകരിക്കാം. കർത്താവേ, വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കന്മാരെ അംഗീകരിച്ചും ബഹുമാനിച്ചും അവരുടെ ആലോചനകളെ കേട്ടും ഉള്ള യാത്രയ്ക്കായി എന്നെയും ഒരുക്കണമേ. ആമേൻ. നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. ആനന്ദഗാനങ്ങൾ ആകുല നേരത്തും പാടി ഞാൻ ആശ്വസിക്കും. ആനന്ദഗാനങ്ങൾ ആകുല നേരത്തും പാടി ഞാൻ ആശ്വസിക്കും.